UKKCയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്ന ബിജു മടക്കുകുഴിയാണ് ഇപ്പോൾ ക്നാനായ പത്രത്തോടൊപ്പമുള്ളത്. ബിജുവിനോട് ബിജു എന്ത് തോന്നുന്നു ഈ ഇലക്ഷനെ കുറിച്ച്? അതുപോലെ തന്നെ ലോകത്ത് ആകമാനമുള്ള ക്നാനായ ജനത ഈ ഇലക്ഷൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്നാനായ പത്രത്തിന് ഇന്ന് നിരവധി പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഞങ്ങളെ വിളിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. എന്താണ് ലോക ജനതയോട് UKKCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ബിജു മടക്കുകുഴിക്ക് പറയുവാനുള്ളത്? എന്നെ നിങ്ങൾ വളരെ ഭാരിച്ചൊരു ഉത്തരവാദിത്വം തന്നെയാണ് ഇന്നത്തെ ദിവസം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ആദ്യമേ തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നെ വിജയിപ്പിക്കുവാനായിട്ട് ഇവിടെ കടന്നു വന്ന എല്ലാ ക്നാനായ മക്കളെയും, പ്രത്യേകമായിട്ട് പല ദൂരദിക്കുകളിൽ നിന്ന് വന്ന എല്ലാവരെയും, അവരുടെ യാത്ര പലവിധ പ്രശ്നങ്ങളും മാറ്റിവെച്ചിട്ടാണ് അവിടെ കടന്നു വന്നിരിക്കുന്നത്. അവരെ പ്രത്യേകമായിട്ട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ ക്നാനായക്കാർ ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും ഒരേ ചിന്തയോടുകൂടി എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഇതിൻ്റെ അനുഭവമാണ് ഇന്ന് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളൊരു മത്സരമുണ്ടെങ്കിൽ തന്നെ ആ മത്സരത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മളിവിടെ ശത്രുക്കളില്ല, എതിരാളികളില്ല. നമ്മൾ ഒരുമയോടെ ഒരേ രക്തമാണെന്ന ഒരേ വികാരത്തിലാണ് നമ്മളെപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എനിക്ക് എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയാം. പല കാര്യങ്ങൾ എന്നിൽ വരുന്നുണ്ട്. ഞാൻ പിന്നീട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ഒത്തിരി പേരുള്ളൊന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് പിന്നീട് നമുക്ക് സംസാരിക്കാൻ കൂടുതൽ. തിരക്കുള്ള ദിവസമാണെന്നറിയാം. ബിജു മടക്കുകുഴിക്ക് എല്ലാവിധ ക്നാനായ പത്രത്തിൻ്റെ എല്ലാവിധ ആശംസകളും. വരുന്ന 2 വർഷങ്ങളിൽ നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. മാത്തുക്കുട്ടി അത് പറഞ്ഞപ്പോൾ ഞാനൊരു സന്തോഷം, ഒരു കാര്യം, നമ്മുടെ കൂടെ എല്ലാ മക്കളും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങളോട് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും സപ്പോർട്ട് സഹകരണം ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കും. എല്ലാ പ്രതിബന്ധങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. നല്ലൊരു ഭരണം നടത്താൻ ദൈവത്തിൻ്റെ കൃപയാൽ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. അത്യന്തം വാശിയേറിയ തെരഞ്ഞെടുപ്പ് പല സ്ഥാനങ്ങളിലേക്കും നടന്നപ്പോൾ UKKCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജോസിയാണ് ഇപ്പോൾ ക്നാനായ പത്രത്തോടൊപ്പമുള്ളത്. എന്ത് തോന്നുന്നു ജോസി ഈ എതിരില്ലാതെ തെരഞ്ഞെടുത്തതിനെ പറ്റി? ആദ്യമായിട്ട് ക്നാനായ പത്രത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും, അതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെ UKKCയുടെ ഈ ഇലക്ഷൻ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച ക്നാനായ പത്രത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ സമുദായം വേണമെങ്കിൽ, നമ്മുടെ പ്രവർത്തനം സമുദായത്തിന് വേണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോടുകൂടി ഉണ്ടായിരിക്കും. ആ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ്, കഴിഞ്ഞകാല പ്രവർത്തനത്തിലുള്ള അംഗീകാരമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സമുദായം എന്നിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിച്ച് അത് എനിക്ക് സമുദായത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. താങ്ക് യു ജോസി. എല്ലാവിധ ആശംസകളും. തിരക്കുള്ള ഒരു ദിവസമാണെന്നറിയാം. എല്ലാവിധ ആശംസകളും ക്നാനായ പത്രത്തിൻ്റെ പേരിൽ നടത്തട്ടെ. താങ്ക് യു. ക്നാനായ പത്രം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം ഇംഗ്ലണ്ടിലെ ക്നാനായക്കാരുടെ സ്പിരിച്വൽ അഡ്വൈസർ ഫാദർ സജി മലയമ്പത്തുപുരയിന് ക്നാനായ പത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എത്താൻ സാധിച്ചില്ല എങ്കിലും ഇന്ന് ഈ UKKCയുടെ തെരഞ്ഞെടുപ്പ് ദിനം നമ്മോടൊപ്പം അച്ഛനുണ്ട്. അച്ഛൻ ക്നാനായ പത്രത്തിൻ്റെ ഉദ്ഘാടന ദിവസം അച്ഛന് വരാൻ പറ്റിയില്ലെങ്കിലും ക്നാനായ പത്രത്തിന് പ്രേക്ഷകരോട് അച്ഛന് എന്താണ് പറയാനുള്ളത്? ക്നാനായക്കാർ ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നാലും ക്നാനായക്കാർ തന്നെയാണ്. അവരുടെ മുഖമുദ്ര എന്നത് കൂട്ടായ്മയാണ്. അപ്പോൾ തന്നെ സഭയോടും സമുദായത്തോടുള്ള സമർപ്പണ ബോധം, ഇത് രണ്ടും അവരുടെ മുഖമുദ്രയായിട്ടുള്ളിടത്തോളം കാലം നമുക്ക് ക്നാനായ പത്രത്തിലൂടെ അതുപോലെ മറ്റ് മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കും വളർച്ചയ്ക്കും ഉപകരിക്കാം എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ക്നാനായ പത്രമെന്ന ആ പുതിയ സംരംഭത്തിലൂടെ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച് അതുപോലെ തന്നെ ഇനി മുന്നോട്ട് ഇതിനെ നയിക്കുന്ന ഇതിൻ്റെ ടീമംഗങ്ങൾക്കും അതുപോലെ എല്ലാ ഇതിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കും ഇതിൻ്റെ റീഡേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. താങ്ക് യു ഫാദർ സജി. താങ്ക് യു. UKKCയുടെ ചരിത്രത്തിൽ തന്നെ ഒരേ യൂണിറ്റിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ ശക്തമായ മത്സരം നടത്തി അത് 2 പേരും വിജയിച്ച ഒരു ചരിത്രം ആദ്യമായിട്ട് UKKCയിലെ ബർമിംഗ്ഹാം യൂണിറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ബർമിംഗ്ഹാം യൂണിറ്റിൽ നിന്നും UKKCയുടെ ട്രഷററായി തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രീ ബാബു തോട്ടമാണ് ഇപ്പോൾ ക്നാനായ പത്രത്തോടൊപ്പമുള്ളത്. ബാബു, എങ്ങനെ കാണുന്നു ഈ വിജയത്തെ?
ആദ്യമേ ഞാൻ എൻ്റെ സന്തോഷമൊന്ന് പങ്കുവെച്ചുകൊള്ളട്ടെ. എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. തീർച്ചയായും ആദ്യമേ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അവരെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് സന്തോഷം നൽകുന്നൊരു വിജയം തന്നെയാണ്. ബാബുവിനെ പറ്റി, ബാബുവിൻ്റെ ഇലക്ഷൻ പ്രചരണം നടക്കുമ്പോൾ ബാബുവിന് വളരെ വലിയ ഒരു സൗഹൃദ വലയമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ കേട്ടിരുന്നു. സ്വന്തം നാട്ടുകാരായ നീണ്ടൂർക്കാർ ബാബുവിനെ ഇലക്ഷനിൽ എന്തുമാത്രം സഹായിച്ചു? തീർച്ചയായിട്ടും എൻ്റെ നാട്ടുകാരുടെ, നീണ്ടൂരുകാരുടെ സപ്പോർട്ട് എടുത്തു പറയത്തക്ക ഒന്നാണ്. എൻ്റെ ഭാര്യ അടക്കം അവളും ഒരു നാട്ടുകാരിയാണ്, എൻ്റെ നീണ്ടൂരുകാരി തന്നെയാണ്. തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ അഭിനന്ദനം മുഴുവൻ എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ്. രണ്ടാമത് എൻ്റെ നാട്ടുകാർക്കും. തീർച്ചയായിട്ടും ഈ വിജയത്തിൽ എൻ്റെ ഒപ്പം അവരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജ്ഞാനായ പത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും വിവിധ മൈലുകൾ താണ്ടി കടന്നു വന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ ബാബു തോട്ടം. ബാബു തോട്ടത്തിന് ജ്ഞാനായ പത്രത്തിൻ്റെ എല്ലാവിധ വിജയാശംസയും അതുപോലെ തന്നെ 2 വർഷത്തേക്ക് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ബാബു. UKKCയുടെ ഇലക്ഷൻ ഇവിടെ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയപ്പോൾ ശക്തമായ മത്സരം നടക്കുന്ന ഈ വേദിയിൽ ജ്ഞാനായ പത്രത്തിൻ്റെ പ്രേക്ഷകരായ നിങ്ങളിലേക്ക് തത്സമയം വിവരങ്ങൾ എത്തിക്കുവാൻ സാധിച്ചതിൽ ജ്ഞാനായ പത്രം തികച്ചും അഭിമാനം കൊള്ളുകയാണ്. ജ്ഞാനായ പത്രത്തിന് ലോകമെമ്പാടുമുള്ള ജ്ഞാനായ ജനതയിൽ നിന്ന് വളരെ വലിയ ഒരു പിന്തുണയാണ് ഞങ്ങൾ കിട്ടിയിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിൻ്റെ അതിൻ്റെ അംഗസംഖ്യയുടെ ബാഹുല്യം കൊണ്ട് ധാരാളം ആളുകൾ പത്രത്തിൻ്റെ വെബ്സൈറ്റിൽ കടന്നു വന്നതുകൂടി കുറേ സമയത്തേക്ക് വെബ്സൈറ്റ് നിശ്ചലമായി. അതെല്ലാം പരിഹരിച്ച് ജ്ഞാനായ പത്രം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രോത്സാഹനവും കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പിന്തുണകളും ആശംസകളും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് വളരെ പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ജ്ഞാനായത്തിൻ്റെ ന്യൂസ് ടീമിന് വേണ്ടി മാത്തുക്കുട്ടി ആനകുത്തിക്കൽ. താങ്ക് യു. ബൈ.